എന്റെ ഭഗവാനെ, മിഥുനൊന്നും പറ്റാതെ കാത്തോളണേ. അല്ലെങ്കിൽ തന്നെ ജാതകദോഷമുള്ള കുട്ടിയാവൻ. വല്ലവരുടെയും ബുദ്ധിമോശത്തിന് എന്റെ കുട്ടി ഇരയാക്കരുത്. അരുണിമേ, നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. മിഥുനൊന്നും പറ്റില്ല. ഞാനല്ലേ പറയുന്നേ, നീ ധൈര്യമായിട്ടിരിക്കേ. മേഘനെ, മിഥുനേട്ടാ, വണ്ടി എടുക്കടാ, വണ്ടി എടുക്ക. മേഘനെ, ഭദ്രകാളിയടാ, നമുക്ക് പോയേക്കാം. മേഘനെ. മിഥുനേട്ടാ, എന്ത് പറ്റി മിഥുനേട്ടാ? എനിക്കൊന്നും പറ്റിയില്ല മേഘനെ, യു ഡോണ്ട് വറി. എന്താ വിവേക്? വലിയേട്ടാ, വലിയേട്ടാ, വലിയേട്ടൻ എന്താ പറ്റിയേ? ഫോൺ ചെയ്തിട്ടാണെങ്കിൽ കണക്ഷൻ കിട്ടുന്നുമില്ല. ഞങ്ങൾ ആകെ പേടിച്ചു പോയേട്ടാ. എന്താണെന്നറിയാതെ വല്യമ്മയുടെ മുള്ളലാ നിൽക്കുന്നേ. ഒന്നുമില്ല വിവേക്. മിഥുൻ, അറിയോക്കെ? ആപത്തൊന്നുമില്ലല്ലോ മോനെ? മോം, എന്താ ആപത്ത് വരാനാ മോം? താങ്ക് ഗോഡ്. നീ ഫോൺ എടുക്കാതിരുന്നപ്പോ വല്ല ആപത്തിലും പെട്ടൊന്ന് പേടിച്ചു പോയി മോനെ. എന്താ നീ ഫോൺ എടുക്കാതിരുന്നേ? മോം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല, ഡോണ്ട് വറി. മിഥുൻ, അല്ല, നിങ്ങള് ഫാം ഹൗസിലോട്ട് എത്തിയായിരുന്നോ മോനെ? ഇതുവരെ എത്തിയില്ല ഡാഡ്. അതെന്താടാ, നിങ്ങളവിടെ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. അതല്ല, വഴിയിൽ കുറച്ച് റൗഡികൾ ഞങ്ങളെ അറ്റാക്ക് ചെയ്തു. എന്താ, റൗഡികൾ ആക്രമിക്കാൻ വന്നു? മോം, ഇനി ഇതേ പിടിച്ചോണ്ട് തുടങ്ങല്ലേ മോം. എന്റെ കയ്യിലൊരു ചെറിയ മുറിവ് പറ്റിയതും മേഘന ഭദ്രകാളിയുടെ അവതാരം എടുത്ത് അവരെ എല്ലാം എടുത്തിട്ട് അമ്മാനോ അടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ മേഘന കൂടെയുള്ളത് കൊണ്ടാ മോനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. മേഘന എത്രത്തോളം പാവമാണോ അത്രത്തോളം ധൈര്യമുള്ളവളാ. യാ, വി ആർ സേഫ് ഡാഡ്. ഇനി അവിടെ ആരും വിഷമിക്കണ്ട. ഓക്കെ, വെക്കട്ടെ. ആ അലവലാദികൾ പ്രൊഫഷണൽ കില്ലേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഒടുവില് നനഞ്ഞ പടക്കം പോലെ ആയല്ലോ. സമാധാനമായില്ലായിരുന്നുമേ. അവർക്കൊരു കുഴപ്പമില്ലെന്നാ പറഞ്ഞേ. അപ്പോഴേക്കും നീ വേണ്ടാത്തതോരോന്ന് കാട് കയറി ചിന്തിച്ച് എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടിയത്. ജേട്ടൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു. മിഥുനോടൊപ്പം മേഘനയുള്ളിടത്തോളം എന്റെ പേടി മാറില്ല. ഇനി എന്താ പരിപാടി? ഫാം ഹൗസ് എവിടെയാണെന്ന് ചോദിച്ച് നേരം വെളുക്കുന്നതിന് മുൻപെങ്കിലും അവിടെ എത്തിച്ചേരണം. അവിടെ എത്തിയിട്ട് ചെന്നിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം ഏട്ടാ. അതിനുശേഷം കഴിച്ചിട്ട് കുറച്ചു നേരം കിടക്കണം. തിന്നിട്ട് ഉറങ്ങാൻ വേണ്ടിയാ നമ്മൾ ഇങ്ങോട്ട് വന്നത്? പിന്നല്ലാതെ. ഒന്നും അറിയാത്ത പോലെ. എനിക്കൊന്നും അറിയില്ല മിഥുനേട്ടാ. എന്നാ പിന്നെ എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. എന്നാ കയറി കയറി. മഞ്ജരി, എന്തൊരു വീരവാദമായിരുന്നു നീ പറഞ്ഞു വിട്ട കൊട്ടേഷൻ പാർട്ടികളെ കുറിച്ച്. കാശ് കൊടുത്ത ഏത് കൊല കൊമ്പനെയും കൊല്ലുന്നു പറഞ്ഞിട്ട് എന്ത് മലയാ അവര് മറിച്ച്. ഒരു കുന്തം ഉണ്ടായില്ല. അവർക്ക് രണ്ടുപേർക്കും ഒരു പോറൽ പോലും ഇല്ല. അതിന്റെ ഇടയ്ക്ക് മേഘനയുടെ ഭദ്രകാളി അവതാരത്തെ കുറിച്ച് വർണ്ണിക്കാൻ ആ മിഥുന് 100 നാവായിരുന്നില്ലേ? ഇങ്ങനെയുള്ള മണ്ണുണികളെയാണോ നീ ഇത്തരം പണികളൊക്കെ ഏൽപ്പിച്ചത്? അവരിത്തരക്കാരാവുന്ന ഞാനും പ്രതീക്ഷിച്ചില്ല. കാശ് കൊടുത്ത് ഏതു പണിയും ചെയ്യുന്നറിയാം. പക്ഷെ ആടിനെ കാണിച്ചിട്ട് പട്ടിയാണെന്ന് പറയുന്നവരാണെന്ന് കരുതിയില്ല. ഈ ഒരു പ്രാവശ്യത്തേക്ക് പോട്ടെ, പക്ഷെ ഇനിയും നമുക്ക് അവസരങ്ങൾ കിട്ടുമല്ലോ. നിന്റെ ഈ പോക്ക് ശരിയല്ല കേട്ടോ മഞ്ജരി. ഇപ്പൊ ബോധം കെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന വ്യക്തിയെ മറക്കല്ലേ.
ഞാൻ ആ ഭാർഗവ പണിക്കരെ കുറിച്ചാണേ പറയുന്നത്. അയാള് കണ്ണു തുറന്ന് അയാളെ പിടിച്ചു വെച്ചത് നിങ്ങളാണെന്നെങ്ങാനും പറഞ്ഞാലോ? ആ സത്യങ്ങളെങ്ങാനും പുറത്തു പറഞ്ഞ അതോടെ തീരും നിങ്ങളുടെ സകല കളികളും. ഡോണ്ട് വെറി മാം. അബോധാവസ്ഥയിൽ കിടക്കുന്നവൻ ബോധം തെളിയുന്നതിന് മുമ്പ് തന്നെ സ്വർഗലോകത്തേക്ക് പോയിക്കോളൂ. അതോടെ ആ സത്യങ്ങളും കുഴിച്ചുമൂടപ്പെടും. പിന്നെ എന്റെ മുഖത്ത് ചെളി വാരി തേക്കാൻ ഒരാളും ഉണ്ടാവില്ല. ഭാർഗവ പണിക്കരോടൊപ്പം അയാൾക്കറിയാവുന്ന സകല സത്യങ്ങളും സമാധിയായിക്കോളും. അയാളുടെ ജീവൻ എടുക്കാനുള്ളവരെ നാളെ തന്നെ കണ്ടെത്തി ഏർപ്പാടാക്കണം. മഞ്ജരി, സ്നേഹം കൊണ്ടാ നീ മിഥുന്റെ പുറകെ നടക്കുന്നെന്ന് കരുതിയാ ഞാൻ മിണ്ടാതിരുന്ന്. അവനെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി മേഘനയുടെ ജീവിതം നശിച്ചാലും കുഴപ്പമില്ലെന്ന് ഞാൻ കരുതി. പക്ഷെ ഇപ്പൊ നീ ഒരു കൊലപാതകയായിട്ടാ വളർന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരുടെ ജീവൻ വെച്ചാണ് കളിക്കുന്നത്. ഈ വഴി പോയാ അത് നിന്നെ എത്തിക്കുന്നത് വലിയൊരു പാതാളത്തിലേക്കാവും. ഒരിക്കലും ഇത്തരം പ്രവൃത്തികളിലൂടെ നിനക്കൊരു ജീവിതം പടുത്തുയർത്താനാവില്ല. സൂക്ഷിച്ചും കണ്ടുമൊക്കെ പെരുമാറുമോളെ. ഓ മോം, ഈ മഞ്ജരിയുടെ ധൈര്യവും ആത്മവിശ്വാസം എന്താണെന്ന് മോം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. മോമിന്റെ ചോരയില് ജനിച്ചതല്ലേ ഈ ഞാനും. അത്ര പെട്ടെന്ന് ഞാൻ തോൽവി സമ്മതിക്കൂ? എന്നല്ല ഞാൻ പറഞ്ഞത് മഞ്ജരി. എല്ലാം മറന്ന് ഇഷ്ടത്തിന്റെ പുറകെ നടക്കുന്നതും ഇഷ്ടപ്പെട്ട വ്യക്തിയെ സ്വന്തമാക്കാനുള്ള നിന്റെ മത്സരവും എല്ലാം എനിക്ക് മനസ്സിലാവും. പക്ഷെ മറ്റൊരാളെ കൊല്ലാനും മാത്രം ധൈര്യം നിനക്കുണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മമ്മി എന്ത് പറഞ്ഞാലും കൊള്ളാം. ഇതിനു വേണ്ടി ഏതറ്റം വരെയും ഞാൻ പോവും. അതിനു വേണ്ടി ഇനി മേഘനയല്ല അരുണിമാന്റിയെ വരെ കൊല്ലാൻ മടിക്കില്ല. ഈ കുടുംബം മൊത്തം ഞാൻ തകർത്ത് തരിപ്പണമാക്കും. അതിരിക്കട്ടെ, ആ ഭാർഗവ പണിക്കരെ കൊല്ലൂന്ന് പറഞ്ഞല്ലോ, അതാണോ നിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം? മോം, ഈ കല്യാണത്തോടെ മേഘനയുടെ സ്ഥാനം ഒരു പടി ഉയർന്നിരിക്കുക. ഇപ്പൊ മേഘനയും മിഥുനയും തമ്മിൽ അകറ്റണമെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കളികൾ കളിച്ചേ പറ്റൂ. ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ മേഘനയും മിഥുനയും തമ്മിൽ വേർപെടുത്താൻ നമ്മുടെ കയ്യിലുള്ള വജ്രായുധ ഏതാണെന്ന് മമ്മിക്ക് അറിയോ? അത് അരുണിമാന്റിയാ. അതിനിടയ്ക്ക് ആ ഭാർഗവ പണിക്കൊരു സത്യം പുറത്തുവിട്ടാ അരുണിമാന്റി അവരെ മനസ്സിൽ നിന്നും എന്നെ പടിയടച്ച് പിണ്ടം വയ്ക്കുമെന്ന് ഉറപ്പാ. അപ്പോ എന്നെ കൊണ്ട് മിഥുനെ കല്യാണം കഴിപ്പിക്കുന്നത് പോയിട്ട് ഈ വീടിന്റെ പടിപ്പുര വാദിക്ക പോലെ എനിക്ക് സ്ഥാനം തരില്ല. അതുകൊണ്ട് തന്നെ ഭാർഗവ പണിക്കർ എന്ന വ്യക്തി ഇനി ഈ ഭൂലോകത്തുണ്ടാവരുത്. അയാൾ ഇനി വാ തുറക്കരുത്. എന്തിനായിട്ട് ഇവിടെ കാർ നിർത്തിയേ? ഇറങ്ങി, ഞാൻ പറയാം. എന്താ ഇതിനേട്ട കാര്യം? കാട്ടുവഴികൾ മുഴുവൻ ഇരുണ്ട് കിടക്ക. നല്ല തണുപ്പുള്ള കാറ്റുമുണ്ട്. മാനത്ത് നമ്പിളിയമ്മാവൻ എന്നോടെന്തോ പറയും പോലെ. ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിനക്കൊന്നും തോന്നുന്നില്ലേ? എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. ഒന്നും തോന്നുന്നില്ലേ മേഘനെ? ഇല്ല, ഒന്നും തോന്നുന്നില്ല. സത്യം പറഞ്ഞോ, നിനക്കൊന്നും തോന്നുന്നില്ല? ഇപ്പൊ പറയടി പെണ്ണേ, നിനക്കൊന്നും തോന്നുന്നില്ല? ആ ഹൃദയമിടിപ്പ് എനിക്കിവിടെ കേൾക്കാം. ആ ഹൃദയമിടിപ്പിന്റെ വേഗം ഒന്നുകൂടി ഒന്ന് കൂട്ടിയെടുക്കാൻ പറ്റിയ സൂത്രമൊക്കെ എന്റെ കയ്യിലുണ്ട്. നീ ഈ കല്യാണ സാരിയൊക്കെ ഒന്ന് മാറ്റി ആദ്യ രാത്രിക്കായി ഒരുങ്ങി വാ. ഏട്ടന് എന്തൊക്കെയാ പറയുന്നത്? ഇന്നത്തെ ഈ രാത്രി ഈ കാട് നമ്മുടെ ആഘോഷത്തിന് സാക്ഷിയാവാൻ പോകും. മാനത്തെ അമ്പിളി അമ്മാവൻ മുല്ലപ്പൂവിന് പകരം നമുക്ക് കൂട്ടായി നിൽക്കും. പിന്നെ ഈ തണുത്ത കാറ്റ് അതിങ്ങനെ നമ്മളെ തഴുകി തലോടിക്കൊണ്ടിരിക്കും. ഇവിടെയോ? ഇവിടെ തന്നെ. എന്താ വേണ്ടേ? ഒരു 10 മിനിറ്റ് സമയം എന്താ? നിന്റെ മുമ്പിൽ ഞാനൊരു അത്ഭുതം കാണിക്കാം.
എത്ര ദൂരാ മിഥുനേട്ടാ? ഈ അത്ഭുതങ്ങളൊക്കെ കാണണമെങ്കിൽ കുറച്ച് സമയമൊക്കെ പിടിക്കും. സൂക്ഷിച്ചേ. ദേ അടുത്തെത്തി കഴിഞ്ഞു. എത്തി മിഥുനേട്ടാ. ഇനി പതിയെ കണ്ണു തുറന്നു. എങ്ങനെയുണ്ട്? മിഥുനേട്ടൻ അത്ഭുതം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോ മറ്റേതൊരു ലോകത്തേക്ക് എത്തിച്ചേർന്നത് പോലെയുണ്ട്. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. ഒരു തിടുക്കം. ഇഷ്ടപ്പെട്ടു നിനക്ക്? മനോഹരമായ പുൽമത്ത, പുതയ്ക്കാനായി കാട്ടുപൂക്കളുടെ പുതപ്പ്, മുകളിൽ നമുക്ക് കൂട്ടമ്പളിയമ്മാവൻ. ചുറ്റും ഈ ഇരുട്ട് മാത്രമല്ലാതെ മറ്റാരുമില്ല. ഇതുപോലൊരു സമയത്ത് എനിക്ക് നാണം വരുന്നു. നിന്റെ ഈ നാണത്തിന് ഇന്ന് മുതൽ അവധി കൊടുത്തേക്ക്. കാരണം ഇനി തൊട്ട് ദിവസവും നാണിക്കുന്നത് മെനക്കെടല്ലേ. മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഒരു തിടുക്കം.
പൊഴിയും മഴയും തഴുകും സിരയും പുലകം പതിവായി നിറയേ പണിക്കർ സാറേ എണീറ്റോ? ഇപ്പൊ എങ്ങനെയുണ്ട് ആരോഗ്യം? മോളെ, എനിക്ക് അത്യാവശ്യമായിട്ട് അരുണിമയോടൊന്ന് സംസാരിക്കണം. മോളുടെ ഫോൺ തരുമോ? പണിക്കർ സാറേ, ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, അത് ആരോഗ്യത്തിന് നല്ലതല്ല. എനിക്ക് അരുണിമയോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുള്ളതുകൊണ്ടാ. പണിക്കർ സാർ എഴുന്നേറ്റതും വിളിച്ചു പറയണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിക്ക്, ഞാനൊന്ന് വിളിക്കട്ടെ. ഹലോ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സാ സംസാരിക്കുന്നത്. പണിക്കർ സാറിന്റെ ബോധം തെളിഞ്ഞു കേട്ടോ. ആണോ മോളെ? സത്യാണ് ഈ പറയുന്നത്? എന്നാ ഫോണൊന്ന് കൊടുക്കൂ അദ്ദേഹത്തിന്. ഞാൻ കൊടുക്കാം. ഇത് മാഡത്തിന് എന്തോ പറയണത്രേ. ഹലോ അരുണിമേ. ഭാർഗവ പണിക്കരെ, ആരോഗ്യം എങ്ങനെയുണ്ട്? അരുണിമേ, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പെട്ടെന്ന് നീ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വാ. അത്ര പ്രധാനപ്പെട്ട കാര്യം എന്താ? മേഘനയെ കുറിച്ച് പറയാനാ. ഇത് ഫോണിൽ പറയാൻ പറ്റുന്നതല്ല. നീ നേരിട്ട് വരികയാണെങ്കിൽ ഞാൻ പറയാം. ഇപ്പൊ വരാൻ പണിക്കരെ. ഇവിടെ നിന്ന് അങ്ങ് എത്തേണ്ട താമസം മാത്രമേ ഉള്ളൂ. എന്താ കാര്യം? ഭാർഗവ പണിക്കരുടെ ബോധം തെളിഞ്ഞിട്ടുണ്ട്. അങ്ങേർക്ക് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന്. ശബ്ദത്തിൽ എന്തോ ഒരു ടെൻഷൻ പോലെ. ചെന്നത് എന്താണെന്ന് ചോദിക്കണം. ഞാനൊന്ന് പോയിട്ട് വരട്ടെ ജേട്ടാ. സോറി അരുണിമേ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഞാനും കൂടെ വന്നേനെ. സാരമില്ല ജേട്ടാ, ഞാൻ പോയിട്ട് വന്നോളാം. ജേട്ടൻ വിഷമിക്കണ്ട. അയാളിപ്പോ പെരക്ക് തീ കൊളുത്തുവല്ലോ. ആ ഒരു കൊള്ളി നന്ദൻ കുടുംബത്തെ തന്നെ കത്തിച്ച് ചാമ്പലാക്കും. മോളെ മഞ്ജരി, മിഥുൻ നിന്റെ ജീവിതം തല്ലിക്കെടുത്തിയിട്ട് ഇപ്പൊ ഭാര്യയ്ക്കൊപ്പം സുഖിക്കാൻ മമ്മി പോയിരിക്കുകയാണല്ലോ. പ്ലീസ്, പറഞ്ഞതെല്ലാം വീണ്ടും പറഞ്ഞ് എന്നെ ടെൻഷൻ ആക്കരുത്. പഴംപുരാണം പറഞ്ഞിരുന്നോണ്ട് വല്ല കാര്യമുണ്ടോ? ഇനി എന്നെ മാറ്റാനാണെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. ഈ ജന്മം ഞാൻ ഇങ്ങനെയൊക്കെയാ. മിഥുനെ ഞാൻ വെറുതെ വിടില്ല, അത് പ്രതീക്ഷിക്കണ്ട. ഹലോ ഹലോ മഞ്ജരി. പറഞ്ഞോ ആന്റി. ആ ഭാർഗവ പണിക്കർക്ക്